റിയ ബേബി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയ, ഈ എറണാകുളം ജില്ലയുടെ കണക്കുകളിലേക്ക് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ചുവന്ന തുള്ളി കാണാൻ കഴിയുമോ എന്നുള്ളത്? ആകെ 7 ഗ്രാമപഞ്ചായത്തുകൾ, 65 ഗ്രാമപഞ്ചായത്തുകൾ UDFന്റെ ഒപ്പം നിന്നപ്പോൾ 7 ഗ്രാമപഞ്ചായത്തുകൾ LDFനൊപ്പം നിന്നു. മുനിസിപ്പാലിറ്റി 13-ൽ 12, UDFൽ ഒരിടത്ത് NDA ആണ്. ആ നിലയ്ക്ക് കോർപ്പറേഷൻ ഒപ്പം പോയിരിക്കുന്നു. ആ നിലയ്ക്കാണ് ഉള്ളത്. കോർപ്പറേഷനിൽ വലിയ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ആത്മവിശ്വാസം LDFന്റെ. റിയ, കേൾക്കാമോ? മധു, അതായത് എറണാകുളം ജില്ലയിൽ എവിടെയും ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, നഗരസഭയിൽ എവിടെയും 2 അക്കം കിടക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എല്ലായിടത്തും പിന്നോട്ട് പോയെന്നത് മാത്രമല്ല, അതൊരു വൻ പരാജയമായി ഏറ്റുവാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് CPMന് ജില്ലയിൽ മാറേണ്ടി വന്നു. ഗ്രാമപഞ്ചായത്തിൽ 65ഇടത്ത് UDF കുതിച്ചുയർന്നപ്പോൾ 7 എന്ന നമ്പറിൽ ഒതുങ്ങേണ്ടി വന്നു LDFന്. അതാണ് ഒരു വലിയ പരാജയമായി തന്നെ കണക്കാക്കുന്നത്. നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യമെടുത്താൽ അവിടെ ഏലൂരും അങ്കമാലിയിലും സ്വതന്ത്രരായിരിക്കും. ഏലൂരിൽ ഇടത് സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടി LDF ഒരു വിജയം, ഒരു താൽക്കാലിക വിജയം അവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. കാരണം 0 എന്നതിൽ നിന്ന് ഒരക്കത്തിലേക്ക് കടക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത്. അങ്കമാലിയിൽ ഇടത് സ്വതന്ത്രർ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ചായിരിക്കും അവിടെ ആർക്കും വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരിക. നിലവിൽ അങ്കമാലിയിൽ LDF 13 സീറ്റും UDF 12ഉമാണ്. പക്ഷേ 4 സ്വതന്ത്രരുണ്ട്. അവർ ആർക്കൊപ്പം നിൽക്കുമെന്നത് വിധി നിശ്ചയിക്കുമെന്നത് എടുത്തു പറയണം. പക്ഷേ ബാക്കി എല്ലായിടത്തും UDFന്റെ മിന്നും വിജയം, ആ കൊടി പാറി പറപ്പിച്ചുകൊണ്ട് തന്നെ BD സതീശനും കൂട്ടാളികളും എറണാകുളം ജില്ലയിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് തന്നെ പറയാം.